ശ്വേതാ മേനോൻ അങ്ങനെ അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 298 പേരാണ് വോട്ട് ചെയ്യാനെത്തിയത്. താരസംഘടനയിലെ സഹപ്രവർത്തകരോട് എല്ലാവരോടും സ്നേഹം പങ്കിടുകയാണ്. അങ്ങനെ അമ്മയുടെ പ്രവർത്തനം കൂടുതൽ ഊഷ്മളമാകട്ടെ, ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകട്ടെ, ഒരു അമ്മയെ പോലെ സംഘടനയെ നയിക്കാൻ ശ്വേതാ മേനോന് കഴിയട്ടെ. ശ്വേത മാത്രമല്ല, കുക്കു പരമേശ്വരനും അൻസിബ ഹസനും ലക്ഷ്മി പ്രിയയും അടക്കമുള്ള ഒരു വലിയ വനിതാ നിര തന്നെയുണ്ട്. നമ്മുടെ എല്ലാവരും ഒരേ ഒരു അമ്മേനെ എങ്ങനെ മുന്നോട്ട് നന്നായിട്ട്. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പമുണ്ട്. ലേബി സജീന്ദ്രൻ, തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അമ്മയെ നയിക്കാൻ ഒരു അമ്മ എത്തിയതോടെ ആ കോലാഹലങ്ങളെല്ലാം അവസാനിക്കുകയല്ലേ? സുജയ, സത്യത്തിൽ നമ്മൾ AMM എന്ന് പറഞ്ഞ് ഒരു ആശയം പിന്തുടർന്ന് വന്ന് നമ്മൾ ഇപ്പോൾ സന്തോഷപൂർവ്വം അമ്മ എന്ന് തന്നെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം ഈ ഘട്ടത്തിൽ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാവരും വിജയിച്ചവരെല്ലാവരും അതിൻ്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വേതാ മേനോൻ എല്ലാവർക്കും നന്ദി അറിയിച്ചു. ഇത് കാര്യക്ഷമമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമെന്നുള്ള പ്രതികരണമാണ് ശ്വേത നടത്തിയത്. അതിനുശേഷം സംസാരിച്ച കുക്കു പരമേശ്വരനായാലും വളരെ സന്തോഷത്തോടുകൂടി എല്ലാ പിന്തുണയും എല്ലാവരുടെയും തേടുകയാണ് എന്ന് പറഞ്ഞു. ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഏറെ വേദനിപ്പിച്ചു എന്നുള്ള പ്രതികരണമാണ് ഇതിനിടയിൽ അൻസിബ ഹസൻ പങ്കുവച്ചത്. തുടക്കം മുതൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നതൊക്കെ വലിയ വേദനയുണ്ടാക്കി. ഏതായാലും അതിനൊക്കെ ഇവിടെ ഈ ചടങ്ങുകൾ ഇവരുടെ മീറ്റിംഗ്, ഈ ആദ്യമായി ചുമതലയേറ്റ പുതിയ ഭാരവാഹികളുടെ മീറ്റിംഗ് ഇപ്പോൾ ഇവിടെ നടക്കുകയാണ് സുജയ. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ ഈ നിൽക്കുന്ന ഹാളിൽ നിന്നൊന്നും പുറത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ മധുരപലഹാര വിതരണവും അടക്കം നടക്കുകയാണ്. അമ്മയെ നയിക്കാൻ ശ്വേത എത്തിയിരിക്കുന്നു. ഒപ്പം ഒരു ടീം ശ്വേത, അതിൽ കൂടുതലും വനിതകളാണ് എന്നത് നമുക്കും ഒരു സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്.